Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? ഓക്കെ, വായിച്ചു. ഓക്കെ, ഫങ്ഷൻസ് വരെയാണല്ലേ നമ്മൾ എടുത്തത്. ഫങ്ഷൻസ് മിസ് ഒന്നും കൂടി പറയാം. മിസ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് വന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഫങ്ഷൻസ് ഫങ്ഷൻസ് ഓഫ് OPD ആണ് പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ. എന്താണ്? എവറി ഡയഗ്നോസിസ് ആൻഡ് ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലറ്ററി ബേസിസ്. ആംബുലറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായല്ലേ? എന്താണ് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് നടക്കുന്ന, അങ്ങനെയൊക്കെ കുറെ കമന്റുകൾ മിസ് കണ്ടു. അപ്പൊ ആംബുലറ്ററി ബേസിസ് എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് സർവീസ് കൊടുക്കുക. നമ്മൾ സാധാരണ ഇപ്പൊ ഒരു പനിക്കോ ചുമക്കൊക്കെ നമ്മൾ എന്താണ് ഡോക്ടറെ കാണാൻ പോകും അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ കിടത്തി ചികിത്സയില്ല, ഡോക്ടറെ കണ്ട് നമുക്ക് മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെയുള്ള സർവീസ് നൽകുന്നതിനെയാണ് ആംബുലറ്ററി ബേസിസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ എന്താണ് രോഗനിർണയം, അതുപോലെ ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, റീഹാബിലിറ്റേറ്റീവ്, പുനരധിവാസം, അപ്പൊ അങ്ങനെയുള്ള കെയറുകള് അവിടെ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലറ്ററി ബേസിസ്, നല്ല രീതിയിൽ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് രോഗിക്ക്. പിന്നെന്താണ്, സ്ക്രീനിങ് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, നല്ല രീതിയിൽ ഫോളോ അപ്പുകൾ നൽകുന്നുണ്ട്. അതുപോലെ ഡിസ്ചാർജിന് ശേഷവും നമ്മളോട് പറയാറുണ്ടല്ലേ, രോഗിയെ എന്താണ് വന്ന് കാണാൻ, ഡോക്ടറെ വന്ന് കാണണം അല്ലെ, 2 ആഴ്ച കഴിയുമ്പോൾ വന്ന് കണ്ടോളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളും ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട്. പിന്നെ എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും പ്രിവെന്റീവ് ആയിട്ടുള്ള, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് രോഗം എന്താണ് ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ, രോഗം പടർന്ന് പിടിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനായാലും ഫാമിലിക്കായാലും അതുപോലെ പേഷ്യന്റിനായാലും അവര് നല്ല രീതിയിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫംഗ്ഷനിൽ പറഞ്ഞത് കേട്ടോ. ആംബുലറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില്, ഔട്ട് പേഷ്യന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ്, നൈറ്റ് സ്റ്റേ ഇല്ലാതെ അല്ലെ, അഡ്മിറ്റ് ആക്കുകയില്ല, അവിടെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള സർവീസ് ആണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? എവിടെയാണ്? OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. നോക്കിക്കോളൂ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? വെൽ ബേബി ക്ലിനിക്സ്. ബേബി ക്ലിനിക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, OPD-യില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സെക്കൻഡ് പോയിന്റ്? ANC. ANC എന്താ? ANC ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ANC? എക്സ്പാൻഡ് ചോദിക്കാട്ടോ. ANC
ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാം അല്ലെങ്കിൽ എക്സ്പാൻഡ് എ ആൻഡ് സി. ആന്റിനേറ്റൽ കെയർ. ഓക്കെ, അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കാം. ആന്റിനേറ്റൽ കെയർ. ABC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ. ANTENATALCARE കെയർ. ആന്റിനേറ്റൽ കെയർ. അതുപോലെ മാരേജ് കൗൺസിലിംഗ്, പ്ലാന്റ് പാരന്റ്ഹുഡ്. മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്ലാന്റ് പാരന്റ്ഹുഡ്, മാതൃത്വം, പിതൃത്വം ഒക്കെ പറയാം. അവർക്കും എന്താണ് അവയർനെസ്, കൂടുതൽ അവയർനെസ്, കുട്ടികളെ എങ്ങനെ വളർത്താം, അതുപോലെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങള്, അങ്ങനെയുള്ള കുട്ടികളെ നല്ല രീതിയിൽ വളർത്തേണ്ട കാര്യങ്ങളൊക്കെ എവിടെ കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. മാരേജ് കൗൺസിലിംഗ്, അതുപോലെ എന്താണ് ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ എന്താ? ആന്റിനേറ്റൽ കെയർ ഓർമ്മയില്ലേ? ഗർഭിണികളുമായിട്ട് ബന്ധപ്പെട്ട പ്രഗ്നന്റ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്? രണ്ട് കാര്യങ്ങളും ഓക്കെ ആണോ? രണ്ട് പോയിന്റ്സും. പിന്നെ എന്താണ്? സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. മൂന്നാമത്തെ പോയിന്റ് ആണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. ഇപ്പൊ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തില് 10ല് അല്ലെങ്കിൽ 8ലൊക്കെ പഠിക്കുമ്പോ അങ്ങനെയുള്ള കാലഘട്ടത്തൊക്കെ ഡോക്ടേഴ്സ് വന്നിട്ട് അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ വന്നിട്ട് പരിശോധിക്കാറുണ്ട് അല്ലെ? ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ വന്നിട്ട് ഇല്ലേ? എന്തൊക്കെയാണ്? കണ്ണ് പരിശോധന നടത്താറുണ്ട്, അതുപോലെ ചെവി പരിശോധിക്കാറുണ്ട്. ഓർമ്മയുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് സ്കൂളില് എല്ലാ കുട്ടികളെയും പരിശോധിക്കാറുണ്ട് അവര്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കണ്ണിന് കാഴ്ച കുറഞ്ഞവര് അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവര്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലൊക്കെ ഐ ടെസ്റ്റുകള്, അതുപോലെ ഇയർ ടെസ്റ്റ്, ചെവി കേൾവി കുറവുള്ള കുട്ടികളെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഹെൽത്ത് ക്ലിനിക്. കണ്ണ് പരിശോധന, ചെവി പരിശോധനയൊക്കെ നടത്താം. പിന്നെന്താണ്? കൺട്രോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാല് പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ അല്ലെ? ഏതൊക്കെയാവാം? നിപ്പ, കൊറോണ, ഫീവർ അല്ലെ, വൈറൽ ഫീവർ, അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിസീസസ്, സാംക്രമിക രോഗങ്ങള് അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങള് പടർന്നു പിടിക്കാതിരിക്കാനായിട്ടുള്ള നടപടികള് സ്വീകരിക്കുന്നുണ്ട് ഹോസ്പിറ്റൽസ് ആണ്. കോളറ ഇതൊക്കെ എന്താണ് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോ ഇതൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട്, ഈ അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങള് സ്വീകരിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഏർലി diagnosis and detection of chronic diseases like cancer, TB. അപ്പോ ഈ ക്യാൻസർ ഒക്കെ അല്ലെങ്കിൽ TB ഒക്കെ ഏർലി ഡയഗ്നോസിസ്, ഫസ്റ്റ് കണ്ടീഷനിൽ തന്നെ നമുക്ക് രോഗം നിർണയിച്ച് അതിനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഹോസ്പിറ്റൽസ്. അങ്ങനെയുള്ള കാര്യങ്ങളും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ ക്രോണിക് ഡിസീസസ് അല്ലെ, എന്താണ് ഈ ക്യാൻസർ, TB അതുപോലെയുള്ള ഈ അസുഖങ്ങളെയൊക്കെ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ആദ്യ സ്റ്റേജിൽ തന്നെ, അതാണ് ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ആദ്യ സ്റ്റേജിൽ തന്നെ നമുക്ക് രോഗം നിർണയിച്ച് അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, റിഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് 1 minute കേട്ടോ. വന്നേ, ഒന്ന് വായിച്ചു നോക്കട്ടോ.
Okay. Prevention of disabilities and handicap. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ന്യൂട്രീഷണൽ അഡ്വൈസുകൾ അല്ലെ, അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അവിടെ വരുന്ന പേഷ്യൻസിനായാലും അതുപോലെ ഫാമിലിക്കായാലും പല പല വിസിറ്റേഴ്സും ഹോസ്പിറ്റലിൽ വരാല്ലേ, അങ്ങനെയുള്ളവർക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ഇപ്പൊ ഹാൻഡിക്യാപ്റ്റ്, ഇപ്പൊ കൈകാലുകളൊക്കെ തളർന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ സ്ട്രോക്ക് വന്നവരൊക്കെ ആണെങ്കിൽ ഒരു വശം പോടാം, അല്ലെങ്കിൽ കൈകാലുകളൊക്കെ തളരാം അല്ലെ, അങ്ങനെയുള്ളവർക്കും എന്താണ് പുനർജീവിതത്തിലേക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റല് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഇപ്പോ ന്യൂട്രീഷണൽ അഡ്വൈസുകൾ, ഇപ്പോ പൊണ്ണത്തടി ഓവർ വെയിറ്റ് ഉള്ള ആളുകളോട് എന്താണ് പറയാറുണ്ട് അല്ലെ, ഇന്ന ഫുഡ് കൺട്രോൾ ചെയ്യണം, ഇന്ന ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ബോഡിയിൽ എന്താണ് ഫാറ്റുകൾ അടിഞ്ഞു കൂടിയത് കൊണ്ട് തന്നെ എന്താണ് കൂടുതല് കുറെ നാളുകൾ കഴിയുമ്പോഴത്തേനും എന്താണ് ഫാറ്റ് കൂടി ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾ കീപ്പ് ചെയ്യണം, തടി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളും ഹോസ്പിറ്റൽസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ANC എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോ ചോദിക്കാം. ഫുൾ ഫോം ഓഫ് ANC, അതുപോലെ എക്സ്പാൻഡ് ANC, ആന്റിനേറ്റൽ കെയർ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? അതിൽ ശരിക്കും നോക്കാനുള്ളത് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് ANC. ഓക്കെ, ഫിഫ്ത്തും സിക്സ്തും പറയണോ, ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, എന്താണ് ഇവിടെ ഫിഫ്ത്ത് പോയിന്റ് എന്താണ്? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റൻഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, TB പോലുള്ള അസുഖങ്ങൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പോ ആ ക്യാൻസർ വരുമ്പോ അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഏർലി ഡയഗ്നോസിസ്, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അത് ഡയഗ്നോസിസ് ചെയ്ത് രോഗം നിർണയിച്ച് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഫിഫ്ത്ത് പോയിന്റ്? ഇനി എന്താണ് ആന്റിനേറ്റൽ കെയർ കേട്ടോ. ANC എന്ന് പറഞ്ഞാൽ ആന്റിനേറ്റൽ കെയർ. അതുപോലെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ അഡ്വൈസ് അവിടെ വരുന്ന രോഗികൾക്കായാലും അതുപോലെ അവരുടെ ഫാമിലിക്കായാലും പിന്നെ പല വിസിറ്റേഴ്സും വരാറുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ആണെങ്കിൽ എന്താണ് അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ പറയും, അല്ലെങ്കിൽ എന്താണ് അവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ, ബാക്ക് പെയിൻ, അതുപോലെ എന്താണ് കൊളസ്ട്രോൾ ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഈ ന്യൂട്രീഷണൽ അഡ്വൈസ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോ എന്താണ് പല അവിടെ വരുന്ന പേഷ്യൻസിനായാലും വിസിറ്റേഴ്സിനായാലും ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ പറഞ്ഞില്ലേ, കൊറോണ ഒക്കെ വന്നപ്പോ ഹോസ്പിറ്റലിന്റെ ചുമരിലൊക്കെ പോസ്റ്ററുകളായിട്ട് ഒട്ടിച്ചു വെക്കാറുണ്ട് അല്ലെ, പലർക്കും വിസിറ്റേഴ്സിനായാലും അവിടെ പാസ് ചെയ്യുന്ന ആളുകൾക്കായാലും കാണാൻ വേണ്ടിയിട്ട് എന്താണ് കൈ കഴുകുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, മാസ്ക് ധരിക്കുക, അങ്ങനെയുള്ള പോസ്റ്ററുകൾ അങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോഴും ഡോക്ടേഴ്സ് ആയാലും പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ ഓരോരോ കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഹാൻഡിക്യാപ്പുകൾ വരാം അല്ലെ, ഡിസബിലിറ്റി ഉള്ള വൈകല്യമുള്ള ആളുകള്, അതുപോലെ ഹാൻഡിക്യാപ്പുകൾ ആയാലും വരുമ്പോ അവർക്കും എന്താണ് അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആക്ടിവിറ്റീസും അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് സ്ട്രോക്ക് വന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പോകുമ്പോ ചെയ്യാനായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങള്, അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സസൈസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആയാലും മറ്റു സ്റ്റാഫുകളായാലും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെയാണോ? ലാസ്റ്റ് പോയിന്റ്
ഇനി നോക്കിയേ, നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് OPD. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പറയുന്ന ഓരോ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ട് ടൈപ്പ് ആണ് OPD പറയുന്നത്, OPD സർവീസസ്. ഫസ്റ്റ് വൺ എന്താണ്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും സെക്കൻഡ് വൺ ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ നിങ്ങൾക്ക്? അതിൽ സ്ക്രീൻ നോക്കിയിട്ടാണോ നിങ്ങൾ എഴുതിയെടുക്കുന്നത്? സ്ക്രീൻ വലുതാക്കണോന്ന് അറിയാനായിട്ടാണ്. സ്ക്രീൻ വലുതാക്കണോ? കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടി. ഓക്കെ ഓക്കെ, വലുതാക്കണോ സ്ക്രീൻ? കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഭൂരിഭാഗം എല്ലാവർക്കും കിട്ടിയല്ലേ? ഒന്നുകൂടി മിസ് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ, കാണാം. അപ്പോ നമ്മൾ പഠിക്കുന്നത് ഇനി ടൈപ്സ് ഓഫ് OPD ആണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ? രണ്ട് ടൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. അപ്പോ ഇനി സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ഒന്ന് നോക്കിക്കോളൂ. All services are provided in a concise area which includes all diagnostic and therapeutic facilities are being provided in same place. എന്താണ്? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കൊരു പനി വന്നപ്പോ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകും അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട് ഇല്ലേ? പോകുമ്പോ നിങ്ങൾ ആദ്യം എവിടേക്കാ ചെല്ലുന്നത്? എവിടേക്കാണ്? റിസപ്ഷൻ ഏരിയക്കായിരിക്കില്ലേ? OPD ഡിപ്പാർട്ട്മെന്റിലെ റിസപ്ഷൻ ഏരിയക്കായിരിക്കും. പേരും കാര്യങ്ങളും നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തു, പിന്നെ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി മരുന്ന് വാങ്ങി തിരിച്ചു പോന്നു. ഇതല്ലേ നടക്കുന്നത്? പിന്നെ പ്രോസസ്സിംഗ് അല്ലേ? അത് തന്നെയാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ക്ലിയർ ആയോ? നമ്മൾ ആദ്യമായിട്ട് OPD-യിൽ ചെല്ലുമ്പോ അവിടെ കൊടുക്കുന്ന സർവീസസ് ആദ്യം നമ്മൾ ചെയ്യുന്നത് റിസപ്ഷൻ ഏരിയയിലായിരിക്കും. അതിനുശേഷം നമ്മൾ ഡോക്ടറെ കണ്ടു, പ്രിസ്ക്രിപ്ഷൻ വാങ്ങി മരുന്ന് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ? റിസപ്ഷൻ ഏരിയയിൽ നിന്ന്. അപ്പോ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് അതാണ് കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാം. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് ആദ്യമായിട്ട് ചെയ്യുന്നത് എവിടേക്കാണ്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിലേക്കാണ്. അവിടെ നമ്മൾ പേരും കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തു, ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി തിരിച്ചു പോകുന്നു. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലിന് പൊതുവായിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ലേ? അതിനെയാണ് സെൻട്രൽ ആയിട്ടുള്ള ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. സെൻട്രൽ ഒരു ഹോസ്പിറ്റലിന് പൊതുവായിട്ടുള്ള ഒരു OPD അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഇനി നെക്സ്റ്റ് ഡിസെൻട്രലൈസ്ഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. Decentralized outpatient services are provided in respective department. ഇപ്പോ നിങ്ങൾ ആദ്യം OPD ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നു, ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയണേന്ന് നിങ്ങൾ ഒന്ന് ഓർത്തോനെ കണ്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് ആ ഡോക്ടറെ കണ്ടോളൂ. അപ്പൊ എന്താണ്? നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോ ആ ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ടാവും? സെപ്പറേറ്റ് ആയിട്ടുള്ള റിസപ്ഷൻ ഉണ്ടാവും, എൻക്വയറി ഉണ്ടാവും അല്ലെ? എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ട് OPD-കൾ ഉണ്ടാകും. ക്ലിയർ ആയോ? ഔട്ട് പേഷ്യന്റ് സർവീസസുകൾ ഉണ്ടാകും കേട്ടോ. അതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പൊതുവായിട്ടുള്ളത്,
അതുപോലെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ റേഡിയോളജിക്ക് ആണെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയാല് സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങിന് എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇപ്പൊ എന്താണ് പീഡിയാട്രിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓർത്തോ ENT ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞാൽ ENT ഡിപ്പാർട്ട്മെന്റിലും സെപ്പറേറ്റ് ആയിട്ട് OP ഇതുണ്ടാവും, സർവീസുകൾ ഉണ്ടാവും, റിസപ്ഷൻ ഉണ്ടാവും, എൻക്വയറി, അങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയും ഉണ്ടാവും. ഇതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും OP ഉണ്ടാവും കേട്ടോ. മനസ്സിലായോ? സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പോയവർക്ക് അറിയാൻ പറ്റും. ഉണ്ടോ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്നാൽ എങ്ങനെയാണ് അല്ലെ, നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സെൻട്രലൈസ് എന്താണ് ഒരു സെൻട്രൽ ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇനി അത് കഴിഞ്ഞ ഡോക്ടറെ കണ്ട് നമ്മളിപ്പോ ഡോക്ടർ പറയണേന് എന്താണ്, നിങ്ങളൊരു ഓർത്തോ ഡോക്ടറെ കാണാൻ പറഞ്ഞാല് അല്ലെങ്കിൽ ഓർത്തോ ഡോക്ടറെ കണ്ടോളൂ. ഈ ഹോസ്പിറ്റലിൽ നമ്മള് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള റിസപ്ഷൻ, അതുപോലെ എന്താണ് OP സർവീസസുകള്, അതുപോലെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ടാവും, ആ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. ഓക്കെ, ഏതാ പറയേണ്ടത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന് പൊതുവായിട്ട് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പൊതുവായിട്ടുള്ള. ഓക്കെ, ഇപ്പൊ എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ റിസപ്ഷൻ ഏരിയയിൽ കാണുന്നത് എല്ലാ പേഷ്യൻസും ഉണ്ടാവും അല്ലെ, എല്ലാ രോഗങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവും. അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ വരുന്നത്. ഒരു ഹോസ്പിറ്റലില് പൊതുവായിട്ടുള്ള OPD സർവീസസ്, OPD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ക്ലിയർ ആയോ? പൊതുവായിട്ട് ഉണ്ടാകുന്നത് അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ. നമ്മള് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഡോക്ടറെ കാണാനായിട്ട് പല രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, കാൽവേദന, കൈവേദന, അതുപോലെ എന്താണ് ചുമ, പനി, അങ്ങനെ പല അസുഖങ്ങളുള്ള ആളുണ്ടാവും. അപ്പൊ അവിടെയാണ് എന്ത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഔട്ട് പേഷ്യന്റ് സർവീസസ് കൊടുക്കുന്നത്. സെൻട്രൽ. ഈ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് പറയണേ നിങ്ങളൊരു ഓർത്തോ ഡോക്ടറെ കാണൂ അല്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അവിടെയും എന്തുണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് റിസപ്ഷൻ ഏരിയ ഉണ്ടാവും, രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകുന്നതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ട് OPകൾ ഉണ്ടാവും. അതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഓക്കെ ആണോ? സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ് കേട്ടോ. 3 കാര്യങ്ങളും ഓർത്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഔട്ട് പേഷ്യന്റ്. എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് all patients other than emergencies who reported directly to OPD. ഇവിടെ പറയാം all patients other than emergencies who report directly to OPD. എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് all patient other than emergencies. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, എന്തായിരിക്കും? എമർജൻസി അല്ലാത്ത പേഷ്യന്റ് അല്ലേ, ഓൾ പേഷ്യന്റ് അതർ ദാൻ എമർജൻസീസ്. എമർജൻസി അല്ലാതെ വരുന്ന പേഷ്യൻസ്, ഇപ്പൊ നോർമൽ ആയിട്ട് പനി, ചുമ, ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ട് പേഷ്യൻസ് വരില്ലേ, അവരെയാണ് നോർമൽ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മള് എന്ത് പറയുന്നത്, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. നോർമൽ അസുഖങ്ങളായിട്ട് പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട്, എമർജൻസി അല്ലാതെ
ഓക്കെ, എമർജൻസി അല്ലാതെ വരുന്ന നോർമൽ ആയിട്ട് പനി, ജലദോഷം, ചുമയൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മള് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ്. Person give emergency medical care for a condition. If person given emergency medical care for a condition. അതെന്തായിരിക്കാം? ജനറൽ ഔട്ട് പേഷ്യന്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കാം അല്ലെ? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്നാ പറയുന്നത്, ആണോ? എന്തായിരിക്കാം അപ്പോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. A person given എമർജൻസി പേഷ്യന്റ് ആയിരിക്കാം അല്ലെ? എമർജൻസി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ കെയർ വേണ്ടി വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ രണ്ട് കാര്യങ്ങളും, ജനറൽ ഔട്ട് പേഷ്യന്റ് പറഞ്ഞു, എമർജൻസി ഔട്ട് പേഷ്യന്റ് പറഞ്ഞു. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി അല്ലാത്തത്. ഓൾ പേഷ്യൻസ് അതർ ദാൻ, അവിടെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എമർജൻസി ആണോ അല്ലെങ്കിൽ ജനറൽ ആണോ എന്നുള്ളത് കേട്ടോ. ഓൾ പേഷ്യൻസ് അതർ ദാൻ എമർജൻസീസ്, അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ എമർജൻസി അല്ലാതെയുള്ള പേഷ്യൻസിനെയാണ്, നോർമൽ ആയിട്ട് അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മള് ജനറൽ ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ്. ക്ലിയർ ആയില്ലേ? ജനറൽ ആൻഡ് എമർജൻസി. ഇനി തേർഡ് വൺ ആണ് റഫേർഡ് ഔട്ട് പേഷ്യന്റ്. എന്തായിരിക്കും? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, റഫേർഡ് ഔട്ട് പേഷ്യന്റ്, റഫർ ചെയ്യുന്ന പേഷ്യൻസ്. ഓക്കെ, അപ്പോ വായിക്കാം, എക്സ്പ്ലനേഷൻ വായിക്കാം കേട്ടോ, എന്നിട്ട് മിസ് പറഞ്ഞു തരാം. A patient referred to OPD by his practitioner for specific treatment. എന്താണ്? ഇപ്പോ നമ്മളൊരു പേഷ്യന്റ് OPD ഡിപ്പാർട്ട്മെന്റിൽ വന്നു, ഡോക്ടറെ കണ്ട്. അപ്പൊ ഡോക്ടർ പറയണേണ് നിങ്ങളൊരു എന്താണ് പൾമണോളജിസ്റ്റിനെ, ഇപ്പോ ശ്വാസം മുട്ടായിട്ടാണ് വന്നിരിക്കണേന്ന് വിചാരിക്കുക പേഷ്യന്റ്. അപ്പൊ ഡോക്ടറെ കണ്ട് അവിടെയുള്ള ഫിസിഷ്യൻ നോക്കി, ഫിസിഷ്യൻ പറയണേന് നിങ്ങൾ ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ആ ഫിസിഷ്യൻ എന്ത് ചെയ്ത് കൊടുക്കണേന്? റെഫർ ചെയ്ത് കൊടുക്കണേന് അല്ലെ? വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്ത് കൊടുക്കണേന്. ക്ലിയർ ആയോ? അപ്പൊ റെഫർ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് സ്ക്രീൻ എന്ത് പറ്റി കാണാത്തത്? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും, മോള് നെറ്റ് ഉള്ളിടത്തൊന്ന് പോയിരിക്കും കേട്ടോ, നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ റഫേർഡ് ഔട്ട് പേഷ്യന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ഒരു രോഗി ഡോക്ടറെ കണ്ട്, ഡോക്ടർ ആ ഫിസിഷ്യൻ പറയണേണ് നിങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടുള്ളൂ അല്ലെ? ശ്വാസതടസ്സവുമായിട്ട് വന്ന രോഗിയെ ഫിസിഷ്യൻ നോക്കി കഴിഞ്ഞപ്പോ പറഞ്ഞത് എന്തെങ്കിലും പ്രോബ്ലം ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ ഫിസിഷ്യന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വേറൊരു ഡോക്ടറെ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിനെ കാണാനായിട്ട് പറയുന്നത്, റെഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറെ റെഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഒരു ഡോക്ടറെ രോഗി കണ്ടു, ആ ഡോക്ടർ വേറൊരു ഡോക്ടറെ കാണാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളും, ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റഫേർഡ് ഔട്ട് പേഷ്യന്റ്. മൂന്ന് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, അതുപോലെ സെൻട്രലൈസ്ഡ് ആൻഡ് ഡിസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. വായിച്ചേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മിസ് പറയുമ്പോ നിങ്ങളുടേതായിട്ടുള്ള ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ എക്സാമിനൊക്കെ വായിച്ചു നോക്കുമ്പോ മനസ്സിലാവില്ല.
ഓക്കെ, എക്സാമ്പിളൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കാം. എക്സാമ്പിളെങ്കിലും വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും എക്സാമിനൊക്കെ. ഓക്കെ, വായിച്ചു കഴിഞ്ഞെങ്കിൽ കമ്പിടാം കേട്ടോ, ക്ലിയർ ആണെങ്കിൽ. ഓക്കെ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം നമുക്ക്. ഡൗട്ട് ഇല്ലല്ലോ? മിസ് അടുത്ത പോർഷനിലോട്ട് പോണേ കേട്ടോ. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാനേജീരിയൽ കൺസിഡറേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് OPD ഡിപ്പാർട്ട്മെന്റിൽ പാലിക്കേണ്ടത്? കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എളുപ്പമാണ് കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കിയാൽ പഠിക്കാനുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓർത്ത് പറയാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ്, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? പബ്ലിക് റിലേഷൻ അല്ലെ, OPD പാലിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ? പബ്ലിക് റിലേഷൻ അല്ലെ, നല്ല രീതിയിലൊരു ഗുഡ് റിലേഷൻഷിപ്പ് പബ്ലിക്കുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. OPD ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ നഴ്സുമാരായാലും ഡോക്ടർമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ക്ലിയർ ആയോ? ഇനി എന്താണ് വാംത്ത്? എന്താ വാംത്ത്? എന്താണ് വാംത്ത്? ആർക്ക് പറയാൻ പറ്റും? വാംത്ത് എന്താ? ഊഷ്മളമായ. ഓക്കെ, ഊഷ്മളമായ, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം അല്ലെ, ഊഷ്മളമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം അല്ലെ, നല്ലൊരു എൻവയോൺമെന്റ് സൃഷ്ടിക്കാം. ഇനി എന്താണ് റെസ്പെക്ട്? റെസ്പെക്ട് എന്താ? റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനിക്കുക അല്ലെ. ആരെ ബഹുമാനിക്കണം? ആരെ ബഹുമാനിക്കണ്ടേ? ബഹുമാനം കൊടുക്കണം. ആർക്കാ കൊടുക്കേണ്ട ബഹുമാനം? വെരി ഗുഡ്, പേഷ്യൻസിന് അല്ലെ. അവിടെ വരുന്ന വിസിറ്റേഴ്സിനായാലും പേഷ്യൻസിനായാലും അവരുടെ ഫാമിലിക്കായാലും നമ്മൾ എന്ത് കൊടുക്കണം? റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. പിന്നെന്താണ് മിനിമം വെയിറ്റിംഗ്? അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മിനിമം വെയിറ്റിംഗ് എന്തായിരിക്കും? മിനിമം വെയിറ്റിംഗ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും? എങ്ങനെയാ ടൈം കീപ്പ് ചെയ്യേണ്ടത്? ടൈം പീരീഡ് ആരെ ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിന് അവരെ കൂടുതൽ ഇപ്പൊ ഡോക്ടറെ കാണാനായിട്ടായാലും ഓക്കെ, ക്ലിയർ ആണ്. ഡോക്ടറെ കാണാനായിട്ടായാലും അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങിക്കാനായിട്ടായാലും അവര് കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ക്ലീൻലിനെസ് അറിയാലോ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാടുത്ത് കേട്ടോ. എല്ലാ രീതിയിൽ നല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. പണ്ടൊക്കെ എന്താണ്, നമുക്ക് പോവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അവിടെ ക്ലീനിങ് ഒന്നും ഇല്ലാതെ നമുക്ക് പോവാനായിട്ട് പോവൂലാരും. ഇത്രയും ബാത്റൂം ഒക്കെ ഭയങ്കര ഇതായിരിക്കും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാടുത്ത്. പിന്നെന്താണ് ഗുഡ് ആംബിയൻസ് സൃഷ്ടിക്കുക. അതുപോലെ ക്യാൻറ്റീൻ ഉണ്ടാവും അല്ലെ. ഓക്കെ, ക്യാൻറ്റീൻ ഉണ്ടാവും. അതുപോലെ തന്നെ പേഷ്യന്റ് ഹിയറിംഗ്. അതെന്തായിരിക്കും പേഷ്യന്റ് ഹിയറിംഗ്? ശ്രവണ സഹായി. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ്? വെരി ഗുഡ്, പേഷ്യന്റിനെ കേൾക്കാൻ തയ്യാറാവണം അല്ലെ. പേഷ്യന്റിന്റെ ആവശ്യങ്ങള്, അവരെന്താണ് ആവശ്യം, അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റാഫുകളോട് പറയുന്നത്. ചില ആളുകളുണ്ടാവും അവരെ കേൾക്കാനായിട്ടോ അവര് പറയുന്നത് അവരുടെ ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കാനായിട്ടോ അവിടുത്തെ സ്റ്റാഫുകൾ തയ്യാറാവില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവൻ എന്താണോ ആവശ്യമായിട്ട് വരുന്നത്
അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഇനി എന്താണ് വെന്റിലേഷൻ? അതെന്തായിരിക്കും വെന്റിലേഷൻ? അറിയാലോ? വെന്റിലേഷൻ, എയർ പാസിംഗ്. ഓക്കെ, വെന്റിലേഷൻ വേണം. വാട്ടർ സപ്ലൈ അല്ലെ, നല്ല രീതിയിൽ വാട്ടർ സപ്ലൈ വേണം. അതുപോലെ OPD ടൈമിംഗ് അല്ലെ, നല്ല രീതിയിൽ കീപ്പ് ചെയ്യാം. തോന്നിയ പോലെ അവര് ഓപ്പൺ ചെയ്ത് തോന്നിയ പോലെ അവർ ക്ലോസ് ചെയ്താൽ പറ്റുമോ? ഇല്ല, കറക്റ്റ് ടൈമിംഗ് ഉണ്ട് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ടൈമിംഗ് കീപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് OPD ഡിപ്പാർട്ട്മെന്റ് പാലിക്കേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? സിംഗിൾ പോയിന്റ്സ് അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ OPD പ്രോസസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചാപ്റ്റർ തുടങ്ങിയ മിസ് പറയുന്നത്. പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് മിസ് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മിസ്സിന് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. വാംത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളത, നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കാം. OPD പ്രോസസ് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിൽ കഴിഞ്ഞ പ്രോസസ് ക്ലിയർ ആയ? ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് പറയാലോ. ആരാ മിസ്സിന് ആദ്യം പറഞ്ഞുതരാം? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആര് പറയും? പറഞ്ഞോളൂ. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിയാല് ആദ്യം OPD സെഷനിലേക്കാണ് പോവാ. പിന്നെ അവിടുന്ന് റിസപ്ഷനിലേക്ക് പോവും. റിസപ്ഷനിലേക്ക് പോയതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യും ഏത് ഡോക്ടറെ കാണിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് നമുക്ക് ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യും. പിന്നെ വെയിറ്റിംഗ് റൂമിൽ പോയി വെയിറ്റ് ചെയ്യും. പിന്നെ 2 സൈഡ് ഹെയർമാർക്ക് കിട്ടും, ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റീവ് SPL. അത് മനസ്സിലായില്ലേ മിസ്സേ? ഇപ്പൊ ഡോക്ടറെ നമ്മൾ ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാബ് ടെസ്റ്റ് സ്കാനിങ് അങ്ങനെ. അത് റെഫർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകും. എന്നിട്ട് മെഡിക്കൽ ഷീറ്റ് ഇഷ്യൂ ചെയ്യും. ഫാർമസിയിലെത്തും. ഫാർമസിയിൽ നമുക്കൊരു ടോക്കൺ നമ്പർ ലഭിക്കും. ടോക്കൺ നമ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് മെഡിസിൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കും. എന്നിട്ട് ഡിപ്പാർച്ചർ എക്സിറ്റ് ആയി പോകും. ഓക്കെ, ഹലോ ആയിട്ട് പറഞ്ഞല്ലോ, ക്ലിയർ ആണല്ലോ? ഇനി ആരാ പറയാം? ആര് പറയും? വിജി റോയ്. ഞാൻ പറയട്ടെ? 1 മിനിറ്റ് കുട്ടി ഒന്ന് പറയട്ടെ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. നമ്മള് OPD ഹോസ്പിറ്റലിൽ വന്നു, OPDയിൽ പോന്നു. പിന്നെ അതിനുശേഷം റിസപ്ഷനിൽ വന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടോക്കൺ തരുന്നു. ടോക്കണിന് ശേഷം നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നു. പിന്നെ ഫാർമസിയിൽ പോകുന്നു. പോയിട്ട് അവിടുന്ന് ടോക്കൺ നമ്പർ മേടിക്കുന്നു. പിന്നെ അവിടെ ഇരുന്ന് തന്നെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ മെഡിസിൻ നമ്മൾ വാങ്ങിക്കുന്നു. പിന്നെ തിരിച്ചു പോകുന്നു. ഓക്കെ, ഇനി ആരാ പറയാ? ഞാൻ പറയാമോ? ആരാ പറയാ? ആര് പറയും? അല്ലെ ഞാൻ പേര് വിളിക്കാം. ന്യൂസില പറഞ്ഞ മോളെ. ആദ്യം നമ്മള് പറയട്ടെ മിസ്സേ? പറഞ്ഞോ, സ്റ്റാർട്ട് ചെയ്തോളൂ.
ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ആ. പിന്നെ നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യേണ്ടത് ആ ഡോക്ടറെ കുറിച്ച് ചോദിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ ടോക്കൺ എടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റിംഗ് റൂമിലേക്ക് വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടറെ കാണിക്കുന്നു. പിന്നെ ഷീട്ട് എടുത്തിട്ട് നമ്മൾ എന്താ ഫാർമസി മരുന്ന് വാങ്ങാൻ പോകുന്നു. ടോക്കൺ നമ്പർ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോരുന്നു. ഓക്കെ, ഇനി ആരാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. 1 മിനിറ്റ്, ഇപ്പൊ വരാം. നെക്സ്റ്റ് ആള് വെയിറ്റ് ചെയ്തിരിക്കുന്നോളൂ കേട്ടോ. ആരാ പറയട്ടെന്ന് വെച്ചാൽ 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇനി ആര് പറയും? തൻസിയ. ആതിര പറഞ്ഞോളൂ, പറഞ്ഞോ. നമ്മൾ ആദ്യം OPD-യിൽ വന്നിട്ട് അതിന് നമ്മൾ റിസപ്ഷനിൽ ചെല്ലുന്നു. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടോക്കൺ നമ്പർ വാങ്ങിച്ചിട്ട് വെയിറ്റിംഗ് റൂമിൽ നമ്മൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്ത് വിടുന്നുണ്ട്. റെഫറൽ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷന് പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ഷീറ്റ് ഡോക്ടറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫാർമസിയിലേക്ക് വരുന്നു. അവിടെ വന്ന് ടോക്കൺ നമ്പർ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. മെഡിസിൻസ് കളക്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം OPD-യിലേക്ക് വരുന്നു. എന്നിട്ട് റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു. ഏത് ഡോക്ടറെയാണ് കാണണ്ടേ എന്നൊക്കെ നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നു. അപ്പൊ അതനുസരിച്ച് നമുക്ക് ടോക്കൺ കിട്ടും. നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് പോകുന്നു. പിന്നെ വീണ്ടും തിരിച്ച് എന്തെങ്കിലും ടെസ്റ്റിൽ വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ വീണ്ടും കാണും. അതനുസരിച്ച് നമുക്ക് മരുന്നിന്റെ ഷീറ്റും കാര്യങ്ങളും തരും. അപ്പൊ നമ്മൾ അതിനായിട്ട് ഫാർമസിയിലേക്ക് പോകുന്നു. പിന്നെ ഫാർമസിയിൽ ടോക്കൺ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ടോക്കൺ നമ്പറിൽ കിട്ടിയിട്ട് അത് കഴിഞ്ഞ് ആ മരുന്ന് മേടിച്ച് നമ്മൾ നേരെ തിരിച്ചു പോകുന്നു. ക്ലിയർ ആയില്ലേ? നിമ്മി പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ തൊട്ട് ആദ്യം പറഞ്ഞ ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയില്ലേ? 2 ആള് പറഞ്ഞപ്പോ ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ ആണോ? OPD പ്രോസസ് ക്ലിയർ ആണ്? ഇനി മിസ് പറയണോ പ്രോസസ്? ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അല്ലെ, റിസപ്ഷനിലേക്ക് കാണുന്നു. അത് കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, പേര് വിവരങ്ങൾ, നമ്മൾ എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നു. ടോക്കൺ നമ്പർ എടുക്കുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഡോക്ടറെ കാണുന്നു. ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകള്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളാണ്, അല്ലെങ്കിൽ സ്കാനിങ്ങോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി പോകുന്നു. അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റിഗേഷന് ശേഷം നമ്മൾ അതിന്റെ റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണുന്നു. അപ്പൊ ഡോക്ടർ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്ന് നമുക്ക് എഴുതി, അല്ലെങ്കിൽ ഡോക്ടറെ കയ്യിൽ നിന്ന് മെഡിസിൻ ചെയ്തു അല്ലെ, പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ട് ഫാർമസിയിലോട്ട് പോകുന്നു. ടോക്കൺ നമ്പർ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മരുന്നുകൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എക്സിറ്റ് ആയിട്ട് വീട്ടിലേക്ക് പോകും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് സ്ട്രക്ചർ. 3 കാര്യങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് കേട്ടോ. മാനേജ്മെന്റ് സ്ട്രക്ചറിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് പോയിന്റ് ആണ് ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്
EC and Q. എന്താ പറയുന്നത് അങ്ങനെ? പോയിന്റ് എന്താ മനസ്സിലായ? ഫ്ലോ ഓഫ് പേഷ്യൻസ് ഷുഡ് ബി അൺമ്യൂട്ടഡ്. സോ ഒന്ന് മ്യൂട്ട് ആക്കിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് വൺ, flow of patients should be smooth, easy and Q. എന്തായിരിക്കും പോയിന്റ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും പറയാൻ പറ്റോ? തെറ്റാണെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്തായിരിക്കും? പേഷ്യന്റിന്റെ ഫ്ലോ നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകണം അല്ലെ. അവരെ എന്താണ് അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല അല്ലെ. മരുന്ന് വാങ്ങിക്കുമ്പോഴായാലും നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. മരുന്ന് വാങ്ങിക്കുമ്പോഴും ഡോക്ടറെ കാണുമ്പോഴും നല്ല രീതിയിൽ അല്ലെ അവർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. അവരെ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഡോക്ടറെ കാണുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ മരുന്നുകൾ വാങ്ങുന്ന കാര്യത്തിലായാലും വേഗം തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇനി പറയണോ മിസ് ഫസ്റ്റ് പോയിന്റ്? പിന്നെന്താണ്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. എന്താണ്? OPD-യിൽ ഉള്ള സ്റ്റാഫുകള് സഫിഷ്യന്റ് നമ്പറില് മതിയായ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. ആവശ്യത്തിന് സ്റ്റാഫുകൾ വേണം, അത്രേ ഉള്ളൂ പറയുന്നത് അതിനകത്ത്. അതുപോലെ എന്താണ്? പാർക്കിംഗ് അല്ലെ, പാർക്കിംഗ് ഏരിയ വേണം. അപ്പോ മാനേജ്മെന്റ് സ്ട്രക്ചർ ആണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പേഷ്യൻസിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യണം അല്ലെ. പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്ന കാര്യത്തിലായാലും ഡോക്ടറെ കാണുന്ന കാര്യത്തിലായാലും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ടും ക്വിക്കായിട്ടും, ക്വിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അവരധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താണ്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. മതിയായ രീതിയിലുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകള് OPD-യിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പാർക്കിംഗ്. പാർക്കിങ്ങിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് സ്ട്രക്ചറിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. ഓക്കെ, ഓർഗനൈസേഷണൽ കമ്പോണൻസ്. കമ്പോണൻസ് എന്താ? കമ്പോണൻസ് കമ്പോണൻസ് എന്താണ്? ഘടകം അല്ലെങ്കിൽ ഭാഗങ്ങൾ. ഘടകങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങള്. OPD-യുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? OPD-യിലുള്ളവരുടെ മെയിൻ ആയിട്ടുള്ളവരുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കിക്കോളൂ, ഫസ്റ്റ് പോയിന്റ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്താണ്? സെൻട്രൽ ടു ദ ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഡോക്ടേഴ്സ് അല്ലെ. മെഡിക്കൽ സ്റ്റാഫുകള് എന്ന് പറയുന്നത് സെൻട്രൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള വേണ്ട ഒന്നാണ്. സെൻട്രൽ ടു ദ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ നഴ്സിംഗ് സ്റ്റാഫുകൾ ഏതൊക്കെയായിരിക്കാം നഴ്സിംഗ് സ്റ്റാഫുകളിൽ ഉൾപ്പെടുന്നത്? നഴ്സസ്മാരുണ്ടാവാം, nurses and ANMS. ANMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ANMS എന്ന് പറഞ്ഞാല് ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫറി. ഓക്കെ, ഇവിടെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കൺസിയ. ഓക്സിലറി നേഴ്സ്, മിഡ്വൈഫറി. സൂതകർമ്മിണികൾ നമ്മൾ കേട്ടിട്ടില്ലേ? ലേബർ റൂമിലൊക്കെ നഴ്സുമാർക്കൊക്കെ അവരുടെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നഴ്സുമാരോട് കൂടി നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ പറയുന്നതാണ് സൂതകർമ്മിണികൾ കേട്ടോ. അവരുടെ എക്സ്പാൻഡ് ഫോം ആണ് ANMS. ന്റെ എക്സ്പാൻഡ് ഫോം ആണ് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി. എഴുതി വെച്ചോ?
ഇനി എന്താണ് സബ്സർവിയന്റ് സ്റ്റാഫ്? സബ്സർവിയന്റ് സ്റ്റാഫിൽ ആരൊക്കെ പെടും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി ഉണ്ട്, ECG ഉണ്ട്. ഇവരൊക്കെയാണ് സബ്സർവിയന്റ് സ്റ്റാഫിൽ ഉൾപ്പെടുന്നത്. റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. ഇനി എന്താണ് ലാസ്റ്റ് വൺ? ക്ലറിക്കൽ സ്റ്റാഫ് അല്ലെ. ക്ലറിക്കൽ സ്റ്റാഫും ഇൻക്ലൂഡഡ് ആണ്, ഓർഗനൈസേഷണൽ കമ്പോണന്റിൽ ഇൻക്ലൂഡഡ് ആണ്. ആരൊക്കെയാണ് ഓർഗനൈസേഷണൽ കമ്പോണന്റ്സ് ഓഫ് OPD വരുന്നത്? മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാല് സെൻട്രൽ ടു ദ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, നഴ്സസ്മാരും ഉണ്ട്. അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേബർ റൂമിലൊക്കെ കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടാവും. അവരെയാണ് എന്ന് പറയുന്നത് ANMS. ഓക്കെ, അതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി. അതുപോലെ സബ്സർവിയന്റ് സ്റ്റാഫിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? മാനേജ്മെന്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കമ്പോണൻസ് ഓഫ് OPD ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളും ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് പ്രോബ്ലംസ് അറ്റ് OPD. ഇനി OPD-യിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള സർവീസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ OPD-യിൽ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. ഏതൊക്കെയാണ്? ജനറൽ പ്രോബ്ലംസും ഉണ്ട്, സ്പെസിഫിക് പ്രോബ്ലംസും ഉണ്ട്. ഏതൊക്കെയാണ് ജനറൽ പ്രോബ്ലംസ് നോക്കിയേ? ഫസ്റ്റ് വൺ, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലേ. എന്താണ് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തത് അല്ലേ. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ കാണാൻ പറ്റും? ചിലപ്പോ ഒരു ഡോക്ടർ ആയിരിക്കും, കുറെ അധികം രോഗികളും ഉണ്ടാവും അല്ലെ, ഡോക്ടേഴ്സിന്റെ കുറവ്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ആവശ്യത്തിനുള്ള ഡോക്ടർമാര് ഇല്ലാത്തതാണ് ജനറൽ പ്രോബ്ലംസിൽ ഫസ്റ്റ് വൺ, അപരിമിതമായ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വൺ? എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത്, ബുക്കിംഗ് സിസ്റ്റം ഇല്ല ഇല്ലേ. അതൊക്കെ എന്താണ് ജനറൽ പ്രോബ്ലംസിൽ ഉൾപ്പെടുന്നതാണ്. ഇൻഅപ്രോപ്രിയേറ്റ്, പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത്. ഇനി എന്താണ് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. നമ്മളിപ്പോ ഫാർമസിയിലൊക്കെ പോയാല് കുറെ അധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. വരാറില്ലേ? എങ്ങനെ കുറെ നേരങ്ങൾ വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ എടുത്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലെ. അപ്പൊ അവിടെയും ചിലപ്പോ സ്റ്റാഫുകളുടെ കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെ കുറെ അധികം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് രോഗികളെ ഇങ്ങനെ ഷിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. പിന്നെന്താണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, നല്ല സൗകര്യങ്ങളില്ലാത്തത് മൂലം. അതുപോലെ തന്നെ ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഫോർ മെഡിക്കൽ പേഴ്സണൽസ് കൺസേണിങ് ആംബുലേറ്ററി കെയർ. അപ്പോ ഔട്ട്പേഷ്യന്റില് നമ്മൾ കൊടുക്കുന്ന സർവീസ്, അവിടെയുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കാത്തത് മൂലം, അതൊക്കെ ജനറൽ പ്രോബ്ലംസിന്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പേഷ്യൻസിനെ ഹിയറിംഗ് അല്ലെ. അവരെ കേൾക്കാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം അല്ലെ. അവരുടെ കാര്യങ്ങള്, അവരുടെ ആവശ്യങ്ങള്, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അവരോട് പെരുമാറണം. അതൊക്കെ ചില ആളുകള്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും ചില ആളുകളെ ചില പേഷ്യൻസിനെ ഒന്നും കേൾക്കാനായിട്ട് വരില്ല ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അതും ജനറൽ പ്രോബ്ലംസിൽ ഉൾപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസ് ആൻഡ് നീഡ് ഓഫ് ദ പ്രൊവൈഡേഴ്സ്. ഇപ്പൊ എന്താ പറയുന്നത്, ചില ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇപ്പോ പല ഹോസ്പിറ്റലും മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കുറെ അധികം ഫെസിലിറ്റീസ് വരുന്നുണ്ട്, കുറെ അധികം ടെക്നോളജീസ് വരുന്നുണ്ട് അല്ലെ. ഇപ്പോഴും അതുപോലെയുള്ള മോഡേൺ ടെക്നോളജീസ് പിന്തുടർന്ന് പോകാത്ത ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ടെന്നാണ് പറയുന്നത്. മിസ് പറഞ്ഞു തരാട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. അതുപോലെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതുപോലെ തന്നെ ചേഞ്ചിന് തടസ്സം വരുന്നവര്. ഓക്കെ, ഏഴാമത്തെ പോയിന്റ് പറഞ്ഞാല് ഇപ്പോഴും മോഡേൺ രീതികൾ ഫോളോ ചെയ്യാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്, ജനറൽ പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആവാൻ ശ്രമിച്ചാലും അതിനുള്ള തടസ്സം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് തടസ്സമായിട്ട് നിൽക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ. ഓക്കെ, സോ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ പറയണോ? ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് മിസ് പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ ജനറൽ പ്രോബ്ലം? ടൈമായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ പോയിന്റ്സുകളൊക്കെ പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ടൈമായി. അപ്പോ ആ ജസ്റ്റ് ഒന്ന് പറഞ്ഞതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്ത് മിസ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓരോ പോയിന്റ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.